ഹലോ. ഹായ് സാർ, ഞാൻ പറയണം. ജംഷിദ് ഇന്ത്യൻ ന്യൂസ് ടൈം എന്നാണ് സാർ. പറയണം. സാർ, നമ്മുടെ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ആ സാറിന്റെ അഭിപ്രായങ്ങളൊന്ന് നമ്മളുമായി പങ്കുവെക്കാമോ? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കുന്തി പ്രയോഗത്തോട് ആർക്കും യോജിപ്പില്ല. ബോബി ചെമ്മണ്ണൂർ പോലും ഇനി അത് പറയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹവും അത് പിൻവലിക്കാൻ തയ്യാറായിരുന്നു, ക്ഷമ പറയാൻ തയ്യാറായിരുന്നു. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ദ്വയാർത്ഥത്തോടെയാണ്, അത് ശരിയല്ല. എന്നാൽ അതോടൊപ്പം ഹണി റോസ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഭിനേത്രി അവരുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലും കൂടെ കുറെ കൂടെ മാന്യത പുലർത്തണം. ബോബി ചെമ്മണ്ണൂറിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് പോലെ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. സാമൂഹിക പരിശോധനയ്ക്കും വിമർശനത്തിനും വിധേയമാക്കണം. ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? അല്ലല്ലോ. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഒരു മണിക്കൂർ ഒരു മിനിറ്റത്തേക്ക് പറഞ്ഞൊരു തമാശയ്ക്ക് 1 വർഷം ജയിലിൽ ഇടണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഭാരതീയ ന്യായ സംഹിത 75 4-ാം ഉപവകുപ്പ് സെക്ഷലി കളേർഡ് റിമാർക്സ് ആണെങ്കിൽ 1 വർഷം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് ന്യായമാണെന്ന് ഒരാൾക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഹണി റോസിന് തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹണി റോസ് ഇന്നലെ എന്നെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. ഹണി റോസിനെ ബഹുമാനിക്കുന്നു. അവരൊരു പാൻ സൗത്ത് ഇന്ത്യൻ നടിയാണ്, പ്രഗത്ഭയായ അഭിനേത്രിയാണ്, കലാകാരിയാണ്. പക്ഷേ ഹണി റോസിനെങ്കിലും 1 വർഷം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കണം എന്നൊരു അഭിപ്രായമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഹണി റോസ് ഒരു പുനർചിന്തനം നടത്തണമെന്നാണ് ഹണി റോസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് വ്യക്തിയെയും എടുക്കുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ, ഹണി റോസ്, ഇവർ രണ്ടുപേരും ജനങ്ങൾക്ക് നൽകുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, റോൾ മോഡൽ എന്ന രീതിയിൽ, അതിൽ ആർക്കാണ് മുൻതൂക്കം? ഹണി റോസ് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. അതെ, രണ്ടുപേരുടേതായ പോസിറ്റീവ്സ് ഉണ്ട്. ബോബി ചെമ്മണ്ണൂർ കേരളത്തിന്റെ ഒരു ഇലോൺ മസ്ക് എന്ന രീതിയിലും കേരളത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു, ഒരുപാട് പേർക്ക് വീട് വെച്ച് നൽകുന്നു, രക്തദാനം നടത്തുന്നു, കൊലക്കയറിലേക്ക് പോകുന്നവരെ സഹായിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്നു, 600 കിലോമീറ്റർ ഓടുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു മോശം വാക്ക് ന്യായീകരിക്കപ്പെടുകയല്ല. പക്ഷേ അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു വസ്തുത നമ്മൾ മറക്കരുത്. അതോടൊപ്പം ഹണി റോസ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന് സൗത്ത് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിൽ നായികയെ അഭിനയിച്ച് തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. അപ്പൊ ഹണി റോസ് ഒരു കലാകാരി എന്ന നിലയിൽ വലിയൊരു സ്റ്റാറാണ്. അവരെ നമ്മൾ ബഹുമാനിക്കണം, ഒരു സെലിബ്രിറ്റിയാണ്. അതേപോലെ ബിസിനസ് രംഗത്തെ വലിയൊരു താരവും സെലിബ്രിറ്റിയുമാണ് ബോബി ചെമ്മണ്ണൂർ. രണ്ടുപേർക്കും പോസിറ്റീവുകളുണ്ട്, രണ്ടുപേർക്കും ചില ശരിയാക്കേണ്ട മേഖലകളുമുണ്ട്. ആ ശരിയാക്കേണ്ട മേഖലകളെയാണ് നമ്മൾ മാറ്റേണ്ടത്. അവരുടെ പോസിറ്റീവുകളെ നമ്മൾ മറച്ചു പിടിക്കേണ്ട കാര്യമില്ല. സർ, സ്പാർ ഇപ്പോൾ പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത് ഒരു ബിസിനസ് എന്നും ഒരു താരം എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം സാർ ലാസ്റ്റ് പറഞ്ഞു. അതല്ലാതെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. ജനങ്ങൾക്ക് റോൾ മോഡൽ എന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? സംശയമുണ്ടോ? ബോബി ചെമ്മണ്ണൂർ അല്ലേ. ബോബി ചെമ്മണ്ണൂർ ഒരുപാട്, അതായത് ഹണി റോസിന്റെ മേഖല വേറെയാണ്, എന്നിരുന്നാൽ പോലും ബോബി ചെമ്മണ്ണൂർ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നില്ലേ? രക്തദാനം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നില്ലേ? പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നില്ലേ? അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ? അപ്പൊ അത്രയും ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്നേ വരെ ചെയ്ത എല്ലാ കാര്യങ്ങളെയും റദ്ദ് ചെയ്യണം ഈ ഒരൊറ്റ കുന്തിദേവി പരാമർശത്തിന്റെ പേരിൽ എന്ന് പറയുന്നത് ന്യായമാണോ? ബോബി ചെമ്മണ്ണൂർ ചെയ്ത ഈ മഹത്തരമായ സേവന പ്രവർത്തനങ്ങൾ എല്ലാം നമുക്ക് മറക്കാൻ കഴിയുമോ? ഇറങ്ങി നടന്ന് മെനക്കെട്ട് അദ്ദേഹത്തെ പോലൊരു ഓൺട്രപ്രണർ ഇത്രയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വരെ അദ്ദേഹത്തിനെ കാശ് വെച്ച് ജീവിക്കാമല്ലോ. പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? കണ്ണട ചിരിട്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഈ ചോദ്യത്തിൽ ഹണി റോസിന് എന്താണ് വാല്യൂ ഉള്ളത്? ഇതേ രീതിയിൽ ഹണി റോസിനെ നോക്കുകയാണെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഹണി റോസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല, ഹണി റോസിന് പ്രായം കുറെ കൂടെ കുറവാണ്. ഹണി റോസിന് പക്ഷേ 29, 20 അവസാനത്തിലോ 30കളിലോ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഹണി റോസ് കുറെ കൂടെ ഒരു താരമാണ്. അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളും പ്രായോഗിക പ്രശ്നങ്ങളും കാണും. ഹണി റോസ് കുറെ കൂടെ കാലം കഴിയുമ്പോൾ കുറെ കൂടെ ചാരിറ്റിയോ പൊതുജന ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ച് നമ്മൾ ഹണി റോസിനെ മോശമാക്കി കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ബോച്ചയെ ഉയർത്തി കാണിക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം ബോച്ചെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം. സാർ, ഒന്ന് ഇടപെട്ടോട്ടെ. ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കുന്നതല്ല, പകരം ഇന്നിപ്പോ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ജനങ്ങൾക്ക് മറ്റൊരു എന്റർടൈൻമെന്റ് ആണ്, ഈ ബിസിനസ്സും ആണ്. അത് അവരുടേതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ജനങ്ങളുടെ ഉപകാരപ്പെടുന്ന വിഷയം എന്നുള്ള അവിടെയാണ് താങ്കൾ പറഞ്ഞൊരു ചോദ്യത്തിന്റെ വളരെ വലിയ പ്രസക്തി. ബിസിനസ്സുകാരനായിട്ട് പോലും ഇത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന മറ്റൊരു ജനകീയനായ ബിസിനസ്സുകാരൻ കേരളത്തിലുണ്ടോ? ഒന്ന് ആലോചിച്ചാൽ മതി. ബിസിനസ്സുകാരനായിട്ട് പോലും ഇത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന സാധാരണ ബിസിനസ്സുകാർ എങ്ങനെയെങ്കിലും സ്വന്തം സമയം മാക്സിമം ഉപയോഗിച്ച് ബിസിനസ് വളർത്താനാണ് നോക്കുന്നത്. ഒരാഴ്ച 90 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന ബിസിനസ് മാഗ്നറ്റുകൾ
ചാനലുകളുള്ള ഈ നാട്ടിൽ തന്റെ ജീവിതത്തിന്റെ ഒരാഴ്ചയിലെ 90 മണിക്കൂറും ജനസേവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു മനുഷ്യനല്ലേ ബോച്ചെ? സാറ് ഇതൊന്നും ഇപ്പൊ ഇത് കാണാതിരുന്നൂടെ? സാറിപ്പോ ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം സ്വയം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഭിക്ഷ തെണ്ടാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞൊരു അവസരം ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അതെ. അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക്, അദ്ദേഹം ഒരു ലോക റെക്കോർഡ് നേടിയ പരിപാടിക്ക് ഞാനായിരുന്നു ആ പരിപാടിയുടെ ഹോസ്റ്റ്. അപ്പൊ അദ്ദേഹം കുട്ടികളോട് ഇടപെടുന്ന രീതി, അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന രീതി, എല്ലാവരോടും സൗഹാർദ്ദമായി പെരുമാറുന്ന രീതി, കോടാനുകോടീശ്വരനാണ്. അദ്ദേഹത്തിന് അതിന്റെ ഒരു ജാടയും ഇല്ല. ഏറ്റവും സാധാരണ വസ്ത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുള്ള ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കാമല്ലോ. പുള്ളി അങ്ങനെയല്ല, അല്ലെങ്കിൽ സാധാരണക്കാരനാകുന്ന ഡ്രസ്സാണ്. അപ്പൊ അദ്ദേഹം ഒരു വലിയ ജനകീയനായ വ്യക്തിയാണ്. ഈ കേരളത്തിൽ അത്രയും ജനകീയനായ ഒരു ബിസിനസ്സുകാരനുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അത്രയും ജനകീയനായ ഒരു ബിസിനസ്സുകാരെ കാണില്ല. കോട്ടും സൂട്ടും ഈ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഈ ഒരു പ്രിവിലേജും കൂടി കാണിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, പക്ഷെ നിയമത്തിന് പക്ഷെ അങ്ങനെ എന്താ അറിയാമോ, സാങ്കേതികമായി നോക്കുമ്പോൾ നിയമത്തിന് അതൊരു പോയിന്റ് അല്ല. ഞാനൊരു അഡ്വക്കേറ്റ് കൂടി ആയതുകൊണ്ട് പറയുകയാണ്, നിയമത്തിന്റെ കണ്ണിൽ അതൊരു പോയിന്റ് അല്ല. ബോച്ചെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ, നിയമത്തിന്റെ മുമ്പിൽ, ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ ജഡ്ജി നോക്കുന്നത് ആ കേസിനെ മാത്രമാണ്. കാര്യം ജഡ്ജിക്ക് അല്ലാതെ നോക്കാൻ കഴിയില്ല. അപ്പം നിയമം ഒരു സാങ്കേതികമായ കാര്യമാണ്, യാന്ത്രികമല്ല, സാങ്കേതികമായ ടെക്നിക്കലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ഈ ബാഹ്യമായ കാര്യങ്ങളൊന്നും പരിഗണിക്കാനാവില്ല. അതൊരു കോടതിയുടെ പ്രത്യേകതയാണ്, സ്വഭാവമാണ്. അതെ, സ്വഭാവമാണ്. അതുകൊണ്ട് അതേ പറ്റുള്ളൂ കേട്ടോ. ലോകത്തിൽ, ഇന്ത്യയിലെ അല്ല, ലോകത്തിൽ ഏതൊരു കോടതികളിലും അങ്ങനെ പറ്റുള്ളൂ. നാളെ സാക്ഷാൽ മഹാത്മാഗാന്ധി ഒരു തെറ്റ് ചെയ്ത്, അങ്ങനെ അദ്ദേഹം ചെയ്യുമെന്നല്ല, മഹാത്മാഗാന്ധി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തെറ്റ് ചെയ്ത് കോടതിയുടെ ഫ്രണ്ടിൽ വന്നാലും രാഷ്ട്രപിതാവാണ് എന്ന് കോടതിക്ക് നോക്കാൻ പറ്റില്ല. അങ്ങനെയാണത് കോടതിയുടെ ഒരു സത്യം അതാണ്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രസ്താവനയുടെ അല്ലെങ്കിൽ ഈ ഒരു പരാതിയുടെ പേരിൽ ഇപ്പോൾ എടുത്ത ആക്ഷൻ, ബെയില് പോലും ലഭിക്കാതെ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം ഉണ്ടായിട്ട് പോലും ജയിലിൽ അടയ്ക്കുന്ന ഒരവസ്ഥ എന്നതിനെ പറ്റിയിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ ഉണ്ടായെങ്കിൽ അതിന് വളരെ വിഷമമുണ്ട്. അദ്ദേഹത്തിന് പ്രഷർ താന്നു, കാല് മുറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. സത്യമായിരിക്കാം, ശരിയായിരിക്കാം, ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോച്ചെ പൊതുവെ ഓണസ്റ്റ്ലി കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം വയ്യ എന്ന് പറഞ്ഞാൽ വയ്യ എന്നുള്ളതായിരിക്കും സത്യം. അപ്പൊ അതുകൊണ്ട് ബോച്ചയ്ക്ക് ഡിസ്ട്രിക്ട് കോടതിയിൽ ഇന്ന് രാമൻപിള്ള സാറിനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് ബോച്ചയ്ക്ക് വേണ്ടി പോരാടുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് കോടതിയിൽ പോകും. ചിലപ്പോൾ ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്നും കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും വലിയ വിവാദമായ കേസുകൾ ചിലപ്പോൾ ഡിസ്ട്രിക്ട് കോടതികൾ അങ്ങനെ ചിലപ്പോൾ എടുക്കാറില്ല, പോസിറ്റീവായിട്ട് എടുക്കാറില്ല. ഹൈക്കോടതിയിൽ പോയി ആയിരിക്കും ഒരു പക്ഷേ ജാമ്യം കിട്ടുക. അപ്പൊ എത്രയും എളുപ്പം അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ. ഈ 1 മിനിറ്റ് തമാശയുടെ പേരിൽ 1 വർഷം ജയിലിൽ ഇടുന്നത് അന്യായമാണ്, അനുപാതികമല്ല, ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് രാഹുൽ ഈശ്വറാണ്, ഇന്ത്യൻ ന്യൂസ് ടൈമിന് വേണ്ടി ജംഷിദ് പെരുമണ്ണ. താങ്ക് യു സാർ.